ചെറിയ തയ്യാണ് കേട്ടാ. അപ്പൊ ഇനി നമ്മൾ വെള്ളം കൂട്ടി കളഞ്ഞ് ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. ആയോട്ടാ, ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് ചീര അരിയാനുണ്ട്. കുറച്ച് നല്ല കുറേ തന്നെ അരിയാനുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് വീടുകള് ചീര വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് കേട്ടാ. നമ്മുടെ ചീര പറയാറുണ്ടല്ലോ എല്ലാ പ്രാവശ്യവും നമ്മുടെ പറമ്പില് തന്നെ മുളക്കുന്ന ചീരകളായിട്ട് വെക്കും. അതിന് നമ്മള് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ ഭംഗിയിൽ നടുകയും ചെയ്യും. പിന്നെ അവിടെ ഒക്കെ നിൽക്കണതൊക്കെ തന്നെ മുളച്ച് നിൽക്കണതാ. അപ്പൊ ഞാൻ ചീര അരിയിൽ നിർത്തിയിട്ടാ. ഇത്ര അരി എടുത്തിട്ടുണ്ട്. എനിക്കിത് ഷായട്ട കൊണ്ടുകൊടുക്കുക. ഞാനിതൊക്കെ കെട്ടട്ട ഒതുക്കി ഒരു വാഴവള്ളിയൊക്കെ എടുത്തിട്ടേ. ഷായട്ടൻ അവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കട്ടെ. നമ്മുടെ നോക്കിയ ബ്രൊക്കോളി, ഈ ബ്രൊക്കോളി മുതലൊക്കെ നമ്മള് എന്താ പറയാ ഓരോ ട്രിപ്പ് അരിഞ്ഞ് കറിക്ക് വെക്കല് കഴിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ഇതിങ്ങനെ പൊടിച്ച് വരുമ്പോ വേണ്ട ചെറിയ ഇതുകളുണ്ടാവണേ. കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ ഇത് കിട്ടും നമുക്ക് ഇത്തിരി കൂടെ വലുതായിട്ട്. അത് കാരണം നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ അവരെ. കാരണം ഓരോ വട്ടം അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് പൊട്ടി ചലിച്ച് വരണേക്കാണ് ഇപ്പൊ ചെറുതുകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ കേട്ടാ. പിന്നെ നമ്മുടെ വീട്ടിലെ നമ്മളെ വിയറ്റ്നാം മേലി നമുക്കറിയാം.
നമ്മൾ പല പ്രാവശ്യം ഇതേപോലെ ചക്കയൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ആ ഒരു വീട്ടിനാളിമേ നമ്മുടെ ഇതൊക്കെ ഉണ്ട ഈ ഒരു കൊലയമ്മ ഒരു 8 ചക്ക ഉണ്ടായിരുന്നു. ഈ ഒരു കൊലയാണ് ഇതുമത്തെ ഒക്കെ നമ്മൾ ഇടല് കഴിഞ്ഞിട്ടാ. പിന്നെ ഇതാ 2 എണ്ണം ഇതുമ്പോൾ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ പഴുത്തത് വെട്ടിയണതും തിന്നണതും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ വേറൊരു വീട്ടിലാമേലും കൂടി കഴിഞ്ഞ വർഷം നട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുമ്പോൾ അതേ ഇപ്പോൾ 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. ഈ തൈ മേടിച്ച് വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ കേട്ടാ. 2 പേര് ചെറിയ തൈയാണ് കേട്ടാ. ഇനിയിപ്പോൾ ചായേട്ടനെ ചീര അവിടെ ആ വീട്ടിൽ കൊണ്ടുകൊടുത്ത് വരുമ്പോഴേക്കും എനിക്ക് ഈ ഒരു ഭാഗം വൃത്തിയാക്കണം. അതായത് നമ്മുടെ കോളിഫ്ലവർ അല്ല നമ്മുടെ ചോളം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നിൽക്കണതാണ്. അപ്പോൾ ഷായിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കടയ്ക്ക് വെട്ടി ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഷായിട്ടിലത് എന്താ പറയുക മുകളിലേക്കൊക്കെ മണ്ണൊക്കെ ഇട്ട് പയർ നടാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വൃത്തിയാക്കി എടുക്കട്ടെ. നോക്കിയേ വഴുതൊക്കെ കണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വഴുതിനിങ്ങ കറി വയ്ക്കുമ്പോൾ. അതായത് ഞാനിങ്ങനെ മെഴുക്ക് പൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസം തോന്നാറുണ്ട്. ഇപ്പം നോക്കിയേ നമ്മുടെ ഈ ചോളം നിന്നിരുന്ന സ്ഥലം ഞാൻ ഇതേപോലെ ആക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഷായേട്ടൻ ഇത് എന്താ പറയുക ഈ ഒരു ഭാഗം എനിക്ക് പയർ നടേണ്ട രീതിയിലാക്കി തരും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു മാറ്റം ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പം ഷായിട്ട് എത്തി കഴിഞ്ഞാൽ ഷായിൻ്റെതായ ഈ മണ്ണുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യൂട്ടെ ഷായിട്ട്. ഉണ്ടാ ഷായിട്ട് നോക്കിയേ ഇതേപോലെ നോക്കിയേ ഞാൻ വലിച്ചിട്ടൊരു സ്ഥലമാണെന്ന് എന്താ പറയുക അറിയില്ല, അതേപോലെ ആക്കിയിട്ടുണ്ട് കണ്ടോ. കളച്ച് രക്തം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ മണ്ണ് വരും. ഇങ്ങനെ ചെത്തിക്കൂട്ടിയിട്ട് ചുറ്റുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കൂടി ചെത്തിക്കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ മണ്ണിടാൻ മുകളിൽ. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഉയർന്ന് കിട്ടി. അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇവർക്കേ ഈർപ്പം നിൽക്കും, എന്താ പറയുക ഉണങ്ങി കിടക്കില്ല. അതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തെ ഏറ്റവും ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം എപ്പോഴും നനവ് നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഗാർഡനിലത്തെ പുല്ല്. കാരണം നമ്മൾ എന്താ പറയുക ഭൂമിയുടെ ഓരോ താഴ്ചയുള്ള ഭാഗങ്ങളിലും നമ്മൾ ഇങ്ങനെ വല്ല നടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മാക്സിമം എന്തൊക്കെയോ ഇടാൻ പറ്റുന്നു അതെല്ലാം അതിടും. അത് എന്നിട്ടാണ് നമ്മൾ മണ്ണിടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കേട്ടോ നന്നായിട്ട് നമുക്ക് എന്താ പറയുക തണവ് നിൽക്കും ഇവർക്ക്. അടിയിൽ നനവേ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയി വേണം കിടക്കില്ല നമ്മുടെ ഭൂമി. അപ്പം ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഷായിട്ടൻ ഒന്നും കൂടി ഈ ഒരു ഭാഗം ഭംഗിയാക്കി കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാം കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മൾ ആ പുല്ലുണ്ടല്ലോ, അതായത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ പുല്ല് വെട്ടിയത് ഫുള്ള് നമ്മളിത് ഈ തടത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഷായിട്ടത് അതിൻ്റെ മുകളിലായിട്ടത് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മണ്ണിട്ട് കഴിയുമ്പോൾ നോക്കിയോളൂ ഇതിൻ്റെ അടിയിൽ ഇത്രയും സാധനങ്ങൾ, അതായത് നമ്മൾ ചീരയുടെയും അതുപോലെ പുല്ലിൻ്റെയും പിന്നെ നമ്മുടെ ചോളം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇതൊന്നും ഇട്ടതായിട്ട് തോന്നൂല. നല്ല ഹൈറ്റ് കിട്ടും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നല്ല ഈർപ്പം നിൽക്കും ചെയ്തിട്ട് ഇവരുടെ കടക്കിലേ എന്തായാലും ഫുള്ള് മണ്ണിടും ഷായിട്ട്.
അപ്പം നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ത് നട്ടാലും ഇതേപോലെ വിളവ് കിട്ടണേന്ന്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ രീതിയിലാണ് കൃഷി ചെയ്യണേ അല്ലേ ഷൈട്ടാ? എന്താണോ ആ സമയത്ത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വസ്തുക്കൾ, അതായത് ദ്രവിച്ച് പോണത് എന്തിടൂല്ലേ ഷൈട്ടാ? പട്ടയുടെയും അതേപോലെ നമ്മൾ കൊള്ളിയുടെ കയ്യിലും തറികൾ പയറിനൊക്കെ കുത്തി കൊടുത്തിട്ട് അതിൻ്റെയും ഉണങ്ങിയത് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ചെടികൾക്കൊക്കെ അങ്ങനെ വലിയ കേട് ഒന്നും ഇല്ലാണ്ട് വളർന്ന് കിട്ടാറുണ്ട്. അതൊക്കെ നമ്മുടെ ഈ രീതിയിലുള്ള ചെയ്യണ കാരണമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കേട്ടാ. അല്ലാണ്ട് വേറെ നമ്മളൊന്നും കെമിക്കലായിട്ട് ഒന്നും ചെയ്യാറില്ല. അപ്പം ഇനി ഷായിട്ട് ഫുള്ള് മണ്ണിട്ട് കഴിയുമ്പോൾ കാട്ടിച്ച് തരാം കേട്ടാ. അപ്പോൾ ഷായിട്ടെ ഞാൻ ഇനി എൻ്റേതായ ചെറിയ ജോലികളിലേക്ക് പോവാട്ടാ ഷായിട്ടാ. ഇപ്പോൾ ഷായിട്ടൻ ഈ കളിക്കണ ഈ ഭാഗമില്ലേ, ഇത് മുന്നേ ഇതേപോലെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളിങ്ങനെ ഓരോ നടാനായിട്ട് എല്ലാതും ഇട്ടിട്ട് നട്ടിട്ടുള്ള ഒരു സ്ഥലം. ഈ മണ്ണ് ഒരു വളമുള്ള മണ്ണാണ് ശരിക്കും. കമ്പോസ്റ്റ് കളയ്ക്കാനും ഭയങ്കര സുഖമായിരിക്കും. മണ്ണൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. കണ്ടാ നല്ല പൊടിയായിട്ട് കിട്ടുന്നത് കണ്ടാ. അതിങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടാ. ഞാൻ പിന്നെ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഒരു ചാലിൽ നമ്മൾ വലിയൊരു ചാല് കോരും, അതേപോലെ തന്നെ എന്നിട്ട് അതിൽ നമ്മളിങ്ങനെ വരുന്ന എന്താ പറയുക പറമ്പിൽ തന്നെ എല്ലാതും വലിച്ചതിലിടും പുല്ലും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പിന്നീട് ആ ചാലിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് വീണ്ടും നടും നമ്മൾ. അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അതിലത്തെ മണ്ണ് നമ്മളിങ്ങോട്ട് നീക്കും. അപ്പോഴൊക്കെ നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടും നമുക്ക്. ചായൻ്റെ നോക്കിയേ ആ തറത്തില് ഫുള്ള് മണ്ണിട്ട് കഴിഞ്ഞു. മണ്ണിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ നൈസായിട്ടൊന്ന് മണ്ണിട്ട് കൊടുത്തിട്ടുള്ളോട്ടെ. കാരണം നമ്മൾ ഒത്തിരി വേസ്റ്റിട്ടിട്ട് അതിൻ്റെ മുകളിലാണല്ലോ മണ്ണിടണേ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറും വിത്ത് ഞാനുണ്ടല്ലോ ഒരു 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കേട്ടാ. അപ്പം ഇനി നമ്മൾ വെള്ളം കൂട്ടി കളഞ്ഞിട്ടാണ് ഇനി നമ്മൾ നടാൻ പോവാ. അപ്പം ഞാൻ ഒരകലം വെച്ച് ഇങ്ങനെ ഇടുള്ളൂ. പിന്നീട് ഷായിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നൈസായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കും. കാരണം നമ്മൾ ഒരു വടി കുത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ പയറുമുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കുറേ വേസ്റ്റ് ഇട്ടിട്ടല്ലേ ഈ മണ്ണിട്ടോണേ. അപ്പോൾ പയറുമുത്ത് ചിലപ്പോൾ ഒത്തിരി അടിയിൽ പോകും. അപ്പോൾ പിന്നെ മുകളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഞാൻ നട്ട് കൊടുക്കട്ടെ, അല്ല പാവി കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ പയറുമിത്ത് ഇടല് കഴിഞ്ഞു. ഷായിട്ടും ഞാൻ എന്താ പറയുക പയറുമിത്ത് ഇട്ടതിന് മുകളിൽ കണ്ട നൈസായിട്ട് മണ്ണിട്ട് കൊടുക്കണണ്ട. ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മളുണ്ടല്ലോ അവിടെ പയർ നട്ടില്ലേ. ഇപ്പം നോക്കി നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ പയർ നട്ടിട്ട് 2 ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് പയർ പൊട്ടിക്കാൻ കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പയർ നട്ടുകൊടുക്കുക. ഈ ഇപ്പുറത്ത് നോക്കി നമുക്കിപ്പോൾ പൊട്ടിക്കാനുള്ള പയറാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. എനിക്ക് ഈ വട്ടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നിട്ടാണ് അറിയുക, എൻ്റെ ഈ പയറുകൾ നമ്മുടെ അണ്ണാമാർ വന്ന് കഴിച്ചിട്ടില്ല. അത് കാരണം നോക്കിയാൽ എനിക്ക് മണിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ നിൽക്കുന്നത് അത്യാവശ്യം ഒരു മണി രൂപത്തിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ.
നല്ല ടേസ്റ്റ് കിട്ടും. കാരണം മണി കൂടുതലും അതേപോലെ ഒടിയും കൂടി ഉണ്ടെങ്കിൽ 2 തരം ഒരുമിച്ചാണെങ്കിൽ നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പയർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വീട്ടിലെ പയർ നടേണ്ട രീതി നമ്മളിങ്ങനെയാണ്, ഓരോ സ്റ്റെപ്പ് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായും പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യണേ. ഹാപ്പി ബർത്ത്ഡേ മാധവക്കുട്ട. പിന്നെ നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ളത് കോഴികൾ കൂടാറിനെ ഡാലിയ സാബുവിനോടാണ്. ഹാപ്പി ബർത്ത്ഡേ ഡാലിയ. ഇനി നമുക്ക് ചേച്ചിമാരോടാട്ടോ ഹായ് പറയാനുള്ളത്. സുജ രമേശ് ഹായ് സുജേച്ചി. ഹായ് ലൈസേച്ചി. ജലജ ബാഹുലേയൻ ഹായ് ജലജേച്ചി. ഹായ് ബീനേച്ചി. സുജ രാജി ഹായ് സുജേച്ചി. മുഹമ്മദ് റാഫി ഹായ് മുഹമ്മദ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോട്ടെ. ഇന്ന് നമ്മളുണ്ടല്ലോ വെള്ളയപ്പം അതേപോലെ തന്നെ ഒരു ചിക്കൻ കുറുമ്പായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് ഈസ്റ്ററൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളയപ്പായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നോക്കിയാൽ നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരിപ്പൊടി എടുക്കണേ ആ ഗ്ലാസ്സിൻ്റെ 3/4 ഭാഗം ചോറിട്ടാ. എപ്പോഴും നല്ല വെള്ള ചോറെടുത്തോളൂ. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കിയാൽ 3/4 ഗ്ലാസ് നാളികേരം ചെരുക്കിയിട്ടാ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മധുരത്തിനൊക്കെ ആവശ്യത്തിനുള്ളത്. അപ്പം ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതും ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഇതാ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോഴേ എപ്പോഴും നല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് വീട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ അരിപ്പൊടി ആയാലും നമ്മൾ വെള്ളയപ്പത്തിനും അല്ലെങ്കിൽ ഇടിയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, നല്ല തീരെ കരിയില്ലാത്ത ആ ടൈപ്പിലുള്ള അരിപ്പൊടി ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നോക്കിയാൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ പൊടിക്ക് നന്നായിട്ട് കലങ്ങാവുന്ന രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പൊടി നന്നായിട്ട് അരയണ രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് ആദ്യം കലക്കിയെടുക്കാം നമുക്കിതല്ല. ഞാനുണ്ടല്ലോ വറുത്ത നല്ല നൈസ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഈ പൊടി. നോക്കിയാൽ ഈ ഒരു അളവിൽ നമ്മളിതാ എല്ലാം ഇട്ടിട്ട് ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാനിത് അടിച്ചിട്ട് വരാം. അപ്പം നോക്കിയാൽ നമ്മൾ മാവ് കണ്ട ഈ ഒരു അളവിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഇത് ചിലപ്പോഴേ പെട്ടെന്ന് കീറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്തിരി വലിയ പാത്രത്തിൽ അടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ എപ്പോഴും ഒരു പ്ലേറ്റ് വെച്ചിട്ട് എപ്പോഴും മൂടി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു 1.5 മണിക്കൂർ കൂടി ഇരിക്കട്ടെ. 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയേ നമ്മുടെ മാവ് നന്നായിട്ട് വീറിയിട്ടാണ്. ഞാൻ അടിയിലൊരു പാത്രം വെച്ചാൽ കാരണം കുഴപ്പമില്ലാണ്ട് കിട്ടി, അല്ലെങ്കിൽ പുറത്തേക്ക് പോയാണ്. അപ്പോൾ കണ്ട ശരിക്കും 1.5 മണിക്കൂർ തന്നെ വേണ്ട നമുക്ക് മാവ് വീറി കിട്ടാനായിട്ട്. അത്രയും നന്നായി വീറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മാവ് ഇത്തിരി താന്നോട്ടെ. നല്ല അരിപ്പൊടിയും അതേപോലെ നമ്മുടെ നല്ല എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് ഈസ്റ്റ് എടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഇതേപോലെ നന്നായിട്ട് നമുക്ക് വീറിയൊക്കെ കിട്ടാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ അപ്പൻചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൻചട്ടി ഒന്ന് ചൂടാവട്ടെ, നന്നായിട്ട് ചൂടാവണ്ട കേട്ടോ, ഒന്ന് ചൂടായി വരെ വേണ്ടോ. അപ്പൻചട്ടി ഇതാ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി ഒന്ന് തുറന്ന് നോക്കാം. പിന്നെ ഉണ്ടല്ലോ വെള്ളയപ്പത്തിന് എപ്പോഴും വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തീ കൂട്ടി വെക്കരിക്കോ, ഒരു മീഡിയം പകുതിയിൽ തീ വെച്ചിട്ട് വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. എന്താ
എന്തൊരു ഭംഗിയാന്ന് നിറച്ച ഓട്ടകളൊക്കെ ആയിട്ട്, അതായത് നല്ല വീറി നല്ല സോഫ്റ്റ് അപ്പാവുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഓട്ടകളൊക്കെ ആയിട്ട് കൂടുതൽ കിട്ടാട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഇതാ ഒരു 5 വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ വേവേണ്ട ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ബാക്കിയുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുണ്ടല്ലോ ഇതാ 1.5 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതാ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കില്ല, കഴുകി വാരിയെടുത്ത വെള്ളം ഉണ്ടാവുമല്ലോ അത്രയും വേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ എരിവിനുള്ള പച്ചമുളകാണ്. അത് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി. ഇപ്പോൾ ഇഞ്ചി ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ, ചെറുതാക്കി നുറുക്കിയത്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പില. കറിവേപ്പില ഞാൻ എന്താ 4 കതിര് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല നോക്കിയാൽ ഒരു ടീസ്പൂണ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളെപ്പോഴും പറയുന്ന പോലെ നമുക്ക് ആദ്യം കുറവിട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഈ മസാലകളൊക്കെ ചിക്കനുമേ പിടിക്കണ പോലെ നമുക്ക് ആക്കിയെടുക്കാം. അല്ല ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ ചട്ടിത അടുപ്പുമ്പോൾ കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം നമുക്കറിയാം ചിക്കൻ തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേവാനുള്ള വെള്ളം വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്, ചിക്കനോട് ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഉണ്ടല്ലോ ഉരുളൻകിഴങ്ങും ഇതാ ക്യാരറ്റ് 4 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 3 ക്യാരറ്റും. അപ്പോൾ ഇതാ ഒരു വിധം ചതുര നല്ല കഷ്ണത്തിൽ നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ടിട്ട്. ഇതിലായാലും നമ്മൾ വെള്ളം ഒഴിക്കണില്ല, കഴുകി വാരിയെടുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് മാത്രമായിട്ട് നമ്മൾ ഒഴിക്കണേ. നമുക്ക് ഉപ്പൊന്നും ഇടണില്ല, നമ്മളിത് അടച്ചു വയ്ക്കണേ. തീ കത്തിച്ച് നമ്മുടെ കുക്കറിൽ അടപ്പത്ത് കഴിച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു അടുപ്പ് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്, നമുക്കിതിൽ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അടുപ്പുകളുടെ എണ്ണം കൂടുമ്പോഴേ എളുപ്പമാണ് നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. നല്ല വെയിലാണ്, നമ്മുടെ ഈ ടൈമാവും എന്നും വല്ലതും പാചകം ചെയ്യാൻ നിൽക്കും പോട്ടെ. പിന്നെ നോക്കിയേ നമ്മുടെ ചിക്കൻ ഇതാ വെച്ചിട്ട് നോക്കിയാൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടല്ലേ വെച്ചോണേ, കണ്ട തിളച്ച് വരുമ്പോൾ വേണ്ട വെള്ളം വരുന്നേ. അപ്പോൾ നമ്മൾ അധികം തീ കൂട്ടി വെച്ച് വേവിക്കരുത്, തീ കുറവിൽ തന്നെ ഇട്ടിട്ട് ഈ വെള്ളത്തിൽ എണ്ണ കിടന്നിട്ട് വേണ്ടിട്ട് നമ്മുടെ ചിക്കൻ വേവാനായിട്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഒരു വിസിൽ വന്നു, ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചിക്കൻ കണ്ട ഇതേപോലെ വെള്ളമൊക്കെ ഉണ്ടാവും. ഒന്നുകൂടി നന്നായി തണുത്ത് വന്നപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നോക്കിയാൽ ലാസ്റ്റത്തെ വെള്ളയപ്പം ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ.
ഇനി നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടാവണം, കാരണം ഒത്തിരി നേരമായല്ലോ. ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് വേറെ ചട്ടി വെക്കണം. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കുണ്ടല്ലോ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തീ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് ഉണ്ടല്ലോ ഞാനിതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒരു 25 അണ്ടിപ്പരിപ്പ് കഷ്ടി ഉണ്ടാവുള്ളൂ, കാരണം ഒരു കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഞാൻ വെള്ളത്തിലിട്ടത്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ വെയിൽ വരുന്നതനുസരിച്ച് നമ്മളിത് നീങ്ങി വരിക കേട്ടോ. നമ്മൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടൊന്നിരുന്നാൽ ഭയങ്കര വെയിൽ ഇത് മേശോദിക്ക് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടിക്കൊന്ന് ചൂടാകുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചട്ടി നോക്കി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നോക്കിയാൽ നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് ഇട്ടാ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 4 കറുകപ്പട്ട അധികം വലിപ്പില്ലാത്തത്, പിന്നെ ഇതാ 2 തക്കോലം, 3 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു. ഇതൊക്കെ ഒന്ന് ചൂടായി വെച്ചേ കേട്ടോ. നമ്മുടെ കുരുമുളകൊക്കെ ഇതാ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ ഒരു 3 സവോളയായിട്ട് ഞാൻ കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. ഈ സവോള ഉണ്ടല്ലോ ഒരു മധുര രസമാവില്ലേ, ആ ഒരു ടൈം വരെയായിട്ട് നമ്മൾ ഇതാക്കിയെടുക്കേണ്ടത്. കൂടുതൽ മൊരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വെക്കാൻ കറിവേപ്പില കൊടുക്കാം. നോക്കിയേ നമ്മുടെ സവോളയ്ക്ക് ഇതായി ഇട്ടിട്ട് നല്ലൊരു മധുര രസമാവണം വരെ നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ ഞാൻ ഒരു നാളികേരത്തിൻ്റെ 2 പാൽ കേട്ടോ. കോഴികൾ മത്സരിച്ച് പോകണ്ടിട്ടെന്ന്. അപ്പോൾ ഇതൊരു നാളികേരത്തിൻ്റെ 2 പാലാണ്. അപ്പോൾ അതായത് ഇതിലൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് കഴുകിയെടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ വെന്തിരിക്കുന്നത്, നമ്മുടെ ചിക്കൻ എന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം നോക്കി നമ്മുടെ ചിക്കനിൽ വേണ്ട കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അതും കഴുകി തന്നെ എടുക്കാം കേട്ടോ, ഒന്നും കളയണ്ട. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉരുളൻകിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഇരിക്കിട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കറി ഇതേപോലെ ആട്ടെ ഈ കളറിലാണ് ഇരിക്കുക. നന്നായി ഒന്ന് ഇളക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് നമ്മുടെ മസാലകളൊക്കെ നമ്മുടെ ചിക്കനിലും അതേപോലെ നമ്മുടെ മറ്റുള്ള കഷ്ണത്തിനൊക്കെ പിടിക്കണവരെ നന്നായിട്ട് തിളക്കിട്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ മൂടി തുറന്ന് നോക്കിയാൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചാറ് ഒന്നും കൂടി ഒരു കട്ടിയാവണ പോലെ കേട്ടോ ആവണം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഉള്ള കാരണം ചാറ് പെട്ടെന്ന് തന്നെ കട്ടിയാകും. അപ്പോൾ ഇതാ ഒന്നും കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്ന് നോക്കാം. നോക്കിയേ ഇപ്പോൾ ഇതാ നല്ലൊരു അത്യാവശ്യം ഒരു കട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇത് 1 പാലാട്ടാ. ഞാൻ ഈ മൂടി തുടങ്ങിയിട്ടേ ഈ 1 പാലുണ്ടല്ലോ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ, കളയണ്ട. നല്ല കട്ടിയുള്ള പാലാണ് കണ്ട, കഴുകിയെടുക്കുമ്പോൾ പോലും പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാനേ.
നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. കൂടുതൽ തിളയ്ക്കൊന്നും വേണ്ട, തള വരെ വേണ്ടോ. അത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കണം, കാരണം ചട്ടിയായ കാരണം അത് കണ്ട ഇതിലിങ്ങനെ തന്നെ തിളച്ചുകൊണ്ടേ ഇരിക്കുക. ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ടും കണ്ട തിളയ്ക്കണേ. അപ്പം നമ്മുടെ കറി ഇത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇനി ഉണ്ടല്ലോ, ഞാനിതാ തീ കത്തിച്ചേ നമ്മുടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് കഴിച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നോക്കിയേ, ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ. നമ്മൾ നോക്കിയേ നെയ്യ് ഒഴിച്ചിട്ട് ആ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കിയേ അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരട്ടെ. ഇതേപോലെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്തുണ്ടല്ലോ ഇതാ നമ്മൾ ഉണക്കമുന്തിരി കേട്ടോ. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വന്നാൽ മതി കേട്ടോ. അതിങ്ങനെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ അതിങ്ങനെ വീർത്ത് വരുന്നത്. ഇതാ ഉണക്കമുന്തിരിക്ക് ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് നെയ്യടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക വെയിലിൻ്റെ ഒരു ഇത് നമ്മുടെ ചട്ടിയിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. കളറ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. നോക്കിയേ നമ്മുടെ കറി റെഡി ആയിട്ടാ. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ കറി. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മാത്രമായിരുന്നു നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ കൂടി ഇട്ടുമല്ലോ. ആ സമയത്ത് അതായത് 2ാം പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനത് പറയാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷായിരുന്നു വിളിക്കുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മളെ വെള്ളയപ്പം എല്ലാം എന്താ പറയാ അല്ലേ ചേട്ടാ, നല്ല പഞ്ഞി പോലെ. കറി വെക്കുന്നതിന് എത്ര മുമ്പാക്കിയതാ എന്നിട്ട് കണ്ട അതേപോലെ ഇരിക്കണേ. മൂന്ന് വെള്ളയപ്പം നല്ലതായിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റും, നന്നായിട്ട് കഴിക്കാം. കാണുമ്പോഴെന്നെ കണ്ട ഒരു രസം. അടിപൊളി സാധന. ഈ എക്സ്ട്രാ പപ്പ് ആയിരിക്കും കേട്ടോ നമ്മള് ഈ കറി. വെള്ളയപ്പത്തിനൊക്കെ കൂട്ടി വെച്ച് ഇതേപോലെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈസ്റ്റ് ഇട്ടിട്ടുള്ളത് അത്ര നല്ല സാധനങ്ങളൊന്നല്ല. പക്ഷേ നമുക്കിപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഒരു വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളയപ്പൊക്കെ കൂട്ടി വയ്ക്കുമ്പോഴേ അയ്യോ വീറി ആവുമോ എന്നുള്ളൊരു പേടി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പേടിക്കേണ്ട, എന്തായാലും വീറി പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യട്ടാ. അടിപൊളിയല്ലേ? അപ്പം ഈ എല്ലാവരും വെള്ളയപ്പം ഈ ചിക്കൻ കൊണ്ടുള്ള ഒരു ചിക്കൻ കുറുമാട്ട അതും കൂടി ചെയ്തോളാം. ഒന്ന് എല്ലാവരും വെച്ച് നോക്കി കഴിച്ച് നല്ലൊരു കമൻറ്റ് ഇട്ട് കൊടുത്തോളാം. സ്മിതയ്ക്ക് ഇതിനൊന്ന് പൊക്കി കൊടുത്തോളാം. നിർത്തല്ലേ? അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ഈസ്റ്റർ ദിവസം ഉണ്ടാവട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാം കേട്ടോ.